ഹായ് ഹലോ നമസ്കാരം. അപ്പോൾ ഞാൻ വന്നേക്കുന്നത് നമ്മുടെ വിജയ് സേതുപതി മക്കൾ സെൽവൻ വിജയ് സേതുപതി 50ാമത്തെ സിനിമയായ മഹാരാജയുടെ റിവ്യൂ ആയിട്ടാണ്. വളരെ നല്ല റെസ്പോൺസാണ് പടത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കുരങ്ങ് ബൊമ്മയെന്ന് പറഞ്ഞാൽ സിനിമ ഓർമ്മയുണ്ട, ഒരു 6 വർഷം മുന്നേ ഇറങ്ങിയ സിനിമയാണ്. അതിൻ്റെ സംവിധായകൻ നിതിൻ സ്വാമിനാഥൻ, രജനി സംവിധാനം നിർമ്മിച്ച ചിത്രമാണ് മഹാരാജ. ഇതിൻ്റെ ട്രെയിലറൊക്കെ കണ്ട സമയത്ത് വളരെ സ്ലോ ഫേസിൽ പോണ ഒരു സിനിമയാണെന്ന് തോന്നിയത്. പക്ഷേ സിനിമ അത്യാവശ്യം ഫാസ്റ്റ് ട്വിസ്റ്റ് ആൻഡ് ടേൺസ് എല്ലാം ഉള്ള ഒരു അടിപൊളി സിനിമയാണ്. പിന്നെ വിജയ് സേതുപതി കുറച്ച് നല്ല കഥ കിട്ടിക്കഴിഞ്ഞാൽ ആളെ നല്ല അഭിനയനെ പുറത്തെടുക്കും. സ്ക്രിപ്റ്റ് സെലക്ഷൻ്റെ മോശമോ പിന്നെ കിട്ടുന്ന കഥകളിൽ ഗ്രിപ്പിംഗ് അല്ലാത്തതുകൊണ്ടോ ആയിരിക്കും കുറച്ച് പടങ്ങളൊക്കെ ആളുടെ ഫ്ലോപ്പ് ആയതുപോലെ. ഇപ്പോൾ കുറേ സിനിമയിൽ വില്ലനായിട്ടൊക്കെ അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഒരു കിടിലം തിരിച്ചുവരവായിട്ടാണ് ആൾ വന്നേക്കുന്നത്. പിന്നെ ഈ പടത്തിൻ്റെ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒക്കെ ഇല്ലേ, അതായത് നല്ല രസമായിട്ട് ഒന്ന് എല്ലാവരും പിടിച്ചിരുത്തുന്ന സാധനം തന്നെയാണ്. പോലീസ് സ്റ്റേഷനിൽ കുറേ സീനുകളൊക്കെ ഉണ്ട് ട്രെയിലറിൽ കണ്ട പോലെ. അത് ഓരോ പ്രാവശ്യം അത് റിവീൽ ചെയ്യുമ്പോൾ നല്ല രീതിയിലേക്ക് വർക്കൗട്ട് ആയിട്ടുണ്ട്. അതായത് തിരക്കഥ നല്ല രീതിയിൽ ഗ്രിപ്പിംഗ് ആയിട്ട് വന്നിട്ടുണ്ട്. ഏതൊരു സിനിമയുടെയും നട്ടല്ലേ എന്ന് പറയുന്നത് തിരക്കഥ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ പടം ഓൾറെഡി പോയി. ഇത് നല്ല അടിപൊളി തിരക്കഥ. ഇത് നിതിൻ സ്വാമിനാഥൻ, അതായത് ഇതിൻ്റെ സംവിധായകൻ 6 വർഷം ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ പിന്നാലെ ഇതിൻ്റെ കഥയും കാര്യങ്ങളൊക്കെ ആയിട്ട് അത്യാവശ്യം വർക്കൗട്ട് ചെയ്തിട്ടെടുത്ത സിനിമയാണ്. വലിയ താരനിര ഇല്ലാണ്ട് പോലും ഈ കുരങ്ങ് ബൊമ്മ എന്ന സിനിമ അത്യാവശ്യം ഗ്രിപ്പിംഗ് ആയിട്ട് തമിഴിലെ ഒരു നല്ല സിനിമ എന്നുള്ള രീതിയിൽ അറിയപ്പെടുന്ന സിനിമയാണ് കുരങ്ങ് ബൊമ്മ. ആ സിനിമ കഴിഞ്ഞിട്ട് ഏകദേശം 5-6 വർഷത്തെ ഗ്യാപ്പിന് ശേഷമാണ് ആളെ സിനിമ ചെയ്യുന്നത്. അത് വിജയ് സേതുപതി വെച്ച് ചെയ്യുമ്പോൾ അത്യാവശ്യം പ്രതീക്ഷകളുണ്ടായിരുന്നു. ആ പ്രതീക്ഷ ഒന്നും ഒട്ടും ആൾ കുറഞ്ഞിട്ടില്ല. അത് നല്ല രസമായിട്ട് തന്നെ കൊടുക്കുന്നുണ്ട്. മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. നല്ല സൗണ്ട് സിസ്റ്റം ഉള്ള തിയേറ്റർ. അത് നമ്മൾ ഏത് പടത്തിനും ഇപ്പോൾ ഇറങ്ങണ ഏത് പടത്തിനും മസ്റ്റ് വാച്ച് സിനിമ പറയുമ്പോൾ ഒപ്പം സൗണ്ട് സിസ്റ്റം നല്ല തിയേറ്ററും നമ്മൾ റെഫർ ചെയ്യാറുണ്ട്. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ അത്യാവശ്യം സൗണ്ട് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യണതുകൊണ്ടാണ്. പിന്നെ പടത്തിലെ ഫ്രെയിമുകളൊക്കെ നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. വെറുതെ കുറേ ചില മലയാളം പടത്തിലൊക്കെ ഇപ്പോൾ കുറച്ചേറെ ലാസ്റ്റ് ഇറങ്ങുന്നുണ്ട്. വെറുതെ ആവശ്യമില്ല കുറേ ഫ്രെയിം കുത്തിത്തിരികി തമിഴിലും കുത്തിത്തിരികി വെച്ചിട്ട് വെറുതെ ആൾക്കാർക്ക് ഫ്രെയിം കണ്ടോട്ടെ എന്നുള്ള രീതിയിലേക്ക് കുറേ ഫ്രെയിമൊന്നും കൊടുത്തിട്ടില്ല. ഈ സിനിമയ്ക്ക് ആവശ്യമായ രീതിയിൽ നല്ല നല്ല ഫ്രെയിമുകളുണ്ട്. പിന്നെ സിനിമയുടെ ട്രെയിലറിലൊക്കെ കാണിക്കുന്ന ഓരോ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ശരിക്കും നമുക്ക് അത് ട്രെയിലർ കാണുമ്പോൾ എന്താണെന്നൊന്നും തീരെ മനസ്സിലായിരുന്നില്ല. പിന്നെ ഒരു ചെറിയ ലാഗൊക്കെ ട്രെയിലറിൽ ഫീൽ ചെയ്തിരുന്നു ആദ്യം പറഞ്ഞാൽ. അതൊക്കെ ഇല്ലാത്ത രീതിയിൽ നല്ല ഗ്രിപ്പിംഗ് ആയിട്ട് പോവുക. പിന്നെ ഇൻ്റർവെല്ലിന് ചെറിയൊരു ഫൈറ്റൊക്കെ ഉണ്ട്. അതൊക്കെ നല്ല രസമായിട്ട് വന്നിട്ടുണ്ട് സിനിമയിൽ. പിന്നെ അതിന് ഇൻ്റർവെല്ലിന് ശേഷമുള്ളത് കുറേ നാളുടെ ശേഷം തമിഴ് സിനിമയിൽ നമുക്ക് മിസ്സാവുന്ന കുറേ സംഭവങ്ങളുണ്ട്. അതൊക്കെ നല്ല രീതിയിൽ ഇതിൽ വന്നിട്ടുണ്ട്. ഈ അടുത്ത് ഗരുഡൻ വലിയ കുഴപ്പമില്ലാന്ന് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. വലിയ കുഴപ്പമില്ലെന്നൊക്കെ പറയുന്നു. അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറേ തമിഴ് സിനിമകളൊക്കെ വെറുതെ ഇങ്ങനെ ഇറങ്ങുന്നല്ലാണ്ട് ഒരു പടം ഒരു കാമ്പില്ല നല്ല അവസ്ഥയാണ്. അപ്പോൾ വിജയ് സേതുപതി നല്ലൊരു തിരിച്ചുവരവാണ് മഹാരാജ. പിന്നെന്താ, ഇതൊരു ഇമോഷണൽ റിവെഞ്ച് സ്റ്റോറിയാണ് ഈ സിനിമ. ഇമോഷണലി നന്നായി കണക്ട് ചെയ്യണ ഒരു റിവെഞ്ച് സ്റ്റോറിയാണ്. അത് മെല്ലെ ഓരോ കഥാപാത്രങ്ങളെ ആദ്യം ഒന്ന് നമുക്ക് പരിചയപ്പെടുത്തി പിന്നെ അതിൻ്റെ കഥയിലേക്ക് മെല്ലെ പോയി. പിന്നെ നമ്മൾ ഇതിൻ്റെ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് കാണുമ്പോഴേ നമ്മൾ അതിങ്ങനെയായിരുന്നു അങ്ങനെ വെച്ചാൽ ഓരോ സാധനങ്ങളും ഒരുപാട് സസ്പെൻസ് ഉള്ള നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ക്ലൈമാക്സ് അങ്ങനത്തെ സിനിമയെന്നല്ല പറഞ്ഞത്. അങ്ങനെന്നല്ല ഞാൻ പറയണത്. കുറച്ച് നാളുകൾക്ക് ശേഷം തമിഴ് സിനിമയിൽ ഇല്ലാതിരുന്ന തമിഴ് സിനിമയിൽ കിട്ടാത്ത ഒരു സിനിമ കണ്ടിറങ്ങുമ്പോൾ സാറ്റിസ്ഫാക്ഷൻ. പിന്നെ വിജയ് സേതുപതിയുടെ നല്ല സിനിമ കുറേ നാളെ അയാളുടെ നല്ല സിനിമയൊക്കെ ഉണ്ട്, അതൊക്കെ സിനിമയിലുണ്ട്. അപ്പോൾ എല്ലാവരും ഈ സിനിമ കാണുക. അതൊരു വലിയ വൺ ബഡ്ജറ്റിൽ ഇറങ്ങിയ പടം എന്നല്ല കേട്ടോ, ഒരു വലിയ കുഴപ്പമില്ലാത്ത ബഡ്ജറ്റിൽ ഇറങ്ങിയ ഇമോഷണൽ ത്രില്ലറാണ്. പിന്നെ സേതുപതി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആൾക്ക് കിട്ടിയ ചാൻസ് മാക്സിമം ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ സിനിമ കണ്ടിട്ട് അവരുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക.